ഏറ്റവും പുതിയ വിവരം ഈ പെൺകുട്ടിയുടെ ഒരു ചിത്രം അത് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണല്ലോ. എന്താണ് പോലീസ് നൽകുന്ന പുതിയ വിവരം ഷഫീദ്? വളരെ പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ യാത്ര ചെയ്തതായി വിവരം വന്നിട്ടുണ്ട്. തമ്പാനൂരിൽ നിന്ന് ട്രെയിൻ കയറി എന്നുള്ളതാണ് പോലീസ് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം. ട്രെയിനിൽ ഇരുന്ന് കരയുന്നത് കണ്ട ഒരു യാത്രക്കാരി ഫോട്ടോ എടുത്തു. കുട്ടിയുടെ കയ്യിൽ 40 രൂപയുണ്ടായിരുന്നു. തമിഴ്നാട് പോലീസിന് വിവരം കൈമാറി കന്യാകുമാരിയിൽ പരിശോധന കേരള പോലീസ് വ്യാപിപ്പിച്ചു എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടി കഴക്കൂട്ടം പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുട്ടിയെ കാണാതാവുന്നതുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വൈറ്റലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന വിവരങ്ങളാണ്. അതായത് കുട്ടിയെ തമിഴ്നാട്ടിലേക്ക് പോയത് കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പെൺകുട്ടി തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്തു എന്നുള്ളതാണ്. അത് ഈ ഫോട്ടോ, ഈ ചിത്രം കുട്ടിയുടെ പിതാവിനെ കാണിച്ച സ്ഥിരീകരിച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഉന്മേഷ, പെൺകുട്ടിയുടെ ഫോട്ടോ, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോ അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ യാത്ര ചെയ്തതായി വിവരം വരുന്നു. തമ്പാനൂരിൽ നിന്ന് ട്രെയിൻ കയറി, തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി എന്നുള്ള സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. പോലീസിനും ഈ വിവരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ട്രെയിനിൽ ഇരുന്ന് കരയുന്നത് കണ്ട മറ്റൊരു യാത്രക്കാരിയാണ് ഈ ഫോട്ടോ എടുത്തത്. അതിനുശേഷം ഇത് പോലീസിന് ഇപ്പോൾ കൈമാറുകയായിരുന്നു. തമിഴ്നാട് പോലീസിന് ഇതിനോടകം തന്നെ വിവരം കേരള പോലീസ് കൈമാറിയിട്ടുണ്ട്. കന്യാകുമാരി പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആ നിലയ്ക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ആശ്വാസകരമായ വിവരം. ഇനി തിരുവനന്തപുരം നഗരത്തിൽ പോലീസിന്റെ പരിശോധന തുടരുമോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തതകളുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ചിത്രം അത് 24-ന് ലഭിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഈ ചിത്രം കുട്ടിയുടെ പിതാവിനെ കാണിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുടുംബത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്. മാധ്യമപ്രവർത്തകർ ഈ ചിത്രം കാണിച്ച് അക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് കുട്ടിയുടെ ചിത്രം തന്നെയല്ലേ എന്നുള്ള കാര്യത്തിൽ ये कौन सा ट्रेन में है? और ट्रेन अभी तक नहीं मिला है. कितना ट्रेन है? कितना ट्रेन तमिलनाडु പോവാണ്. ओ तमिलनाडु में जाने वाला ट्रेन है. ट्रेन के अंदर है. उसका ट्रेन के अंदर है, वो बैठा है. तमिलनाडु का है. तमिलनाडु का. तमिलनाडु പോകുന്ന ബസ് ट्रेन. तमिलनाडु जाने वाला ट्रेन. पुलिस ने लोकेट किया है, कोई प्रॉब्लम नहीं है. पुलिस ने लोकेट किया. वो पुलिस तो उसको मिला है, वो मुश्किल नहीं. आपको पुलिस को क्या बोलना है? पुलिस को बोला है लेके आएगा. हेलो, फोन मारा आपको? मारा था. हाँ, वो लेके आए. मेरे को फोन मारा था. ओ पुलिस तो फोन मारा था. पुलिस ने तुमको बोला ये आपकी बेटी की तस्वीर है? मेरा बेटी है. मेरा बेटी है. मेरा बेटी है. ये पुलिस है ना? ये पुलिस है. ये पुलिस. ये आपकी बेटी की तस्वीर है? मेरा बेटी है. मैं बोला था. पुलिस को बताया ये आपका बच्चा है? हाँ, मैं बता दिया. पुलिस ने क्या रिप्लाई दिया? पुलिस क्या कहा? पुलिस कहा था लोके आ रहा है. लोके आ रहा है. नहीं पुलिस बोला मैं तुम चिंता मत करो, मैं ढूंढ के ले आएगा. पुलिस ने कहा कि ये बच्चे को लेके आ रहा है. वो नहीं पास नहीं कोई पुलिस बोल रहा है पास नहीं है, वो पास नहीं है, लेकिन ढूंढ के ले आएगा. वो अभी ट्रेन पे है. बच्चा अभी ट्रेन पे. ट्रेन पे तमिलनाडु जाने वाले का ट्रेन पे है. और पुलिस ने कहा वो लोके ढूंढ के ले आएगा. ढूंढ के लेके आएगा. आप लोगों ने पुलिस ने कंफर्म किया कि आपका लड़की है ना? वो तस्वीर एसीपी ने सेंड किया था ना? ये सर क्या है? ये सर ने क्या? आप खुश है? അഖിൽഷ അദ്ദേഹം ആ ഫോട്ടോ അത് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ടല്ലേ? തന്റെ മകൾ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. പോലീസ് നൽകിയ മറ്റെന്തൊക്കെ വിവരങ്ങൾ അദ്ദേഹം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്? അഖിൽഷ कभी नहीं डरी.
ഉന്മേഷ്, തീർച്ചയായിട്ടും അത് ഈ നമ്മളിപ്പോൾ പങ്കുവെച്ച ചിത്രം അത് തന്റെ മകളുടെ ചിത്രം തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ നിലവിൽ പിതാവ് അൻവർ ഹുസൈൻ നമ്മളോടിപ്പോൾ അത് സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്നു. മാതാവും അത് മകളുടെ ചിത്രമാണെന്നുള്ളതാണ് നിലവിൽ നൽകുന്ന ഒരു സ്ഥിരീകരണം. എന്തായാലും അവർ ഇപ്പോൾ വലിയ ആശ്വാസത്തിലാണ്. പോലീസ് അത് ട്രേസ് ചെയ്തു. പോലീസ് ആ പെൺകുട്ടി ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളൊരു സൂചന പോലീസിന് ലഭിച്ചിരിക്കുന്നു. എന്തായാലും ACP നിയാസ്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ACP നിയാസ് ഇതിന്റെ ഭാഗമായി ഈ ഫോട്ടോ പിതാവിന് അയച്ചു കൊടുത്തിരുന്നു. പിതാവ് അത് നോക്കുകയും അത് തന്റെ മകളാണെന്നുള്ള വിവരം ഈ ACP അറിയിച്ചിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റുള്ള നടപടികളാണ് ഇനി ഇതിലുണ്ടാവേണ്ടത്. ഏത് തരത്തിലാണ് ഈ പെൺകുട്ടിയിലേക്ക് പോലീസ് എത്തുക, അത്തരത്തിലുള്ള നടപടികൾ ഈ പറയുന്ന പോലീസിന് ഇനി ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഈ പിതാവിനെ ഈ ഫോട്ടോ ലഭിച്ച ഉടൻ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ഈ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുത്തിരുന്നു. മാതാവിനും പിതാവിനും അയച്ചു കൊടുത്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പരിശോധനയും നടത്തി. എന്തായാലും ഈ മാതാവും പിതാവും ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിലവിൽ എന്തായാലും തമിഴ്നാട് പോലീസിന് മാതാപിതാക്കൾ തന്നെ സ്ഥിരീകരിക്കുന്നു അത് തങ്ങളുടെ കുട്ടി തന്നെയാണെന്ന് ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, അങ്ങനെയെങ്കിൽ ഈ കുട്ടി ഇതിനോടകം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? ഷഫീദ്, കേരള പോലീസ് ഇതിനോടകം തന്നെ തമിഴ്നാട് പോലീസിന് ഈ വിവരം കൈമാറിയിട്ടുണ്ട്. കന്യാകുമാരിയിൽ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തമിഴ്നാട് പോലീസിന്റെ 2 സംഘങ്ങൾ പരിശോധന വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കും. ബബിത എന്ന യാത്രക്കാരി എടുത്ത പടമാണ് ഇതിന്റെ അന്വേഷണത്തിൽ, ഈ കുട്ടിയെ തിരക്കിയുള്ള അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ചിത്രം പെൺകുട്ടിയുടെ കുടുംബം തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി പോലീസിന്റെ നടപടി നിർണായകമാകും. കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത് 40 രൂപ മാത്രമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കുട്ടി, ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പെൺകുട്ടി ട്രെയിൻ കയറിയത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ യാത്ര ചെയ്തതായി വിവരം സ്ഥിരീകരിക്കുന്നുണ്ട്. ട്രെയിനിൽ ഇരുന്ന് കരയുന്നത് കണ്ട യാത്രക്കാരി ബവിത ആണ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തത്. ശേഷം നമ്മൾ ഈ മാധ്യമങ്ങളിൽ ഇതൊക്കെ പ്രചരിപ്പിച്ചതിന് ശേഷം ആ വിവരം പോലീസുമായി ബവിത കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. സുപ്രധാനമായിട്ടുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ആകാംക്ഷയോടെ മണിക്കൂറുകൾ വിരാമമാകുന്നു. ഇനി പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തുക മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. കന്യാകുമാരി SP-യുമായി ഇതിനോടകം തന്നെ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം കമ്മീഷണർ അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഇനി ഇക്കാര്യത്തിൽ നിർണായകമാവുക 2 കാര്യങ്ങൾ. കുട്ടി കന്യാകുമാരിയിൽ ഉണ്ട് എന്ന് കന്യാകുമാരി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയെങ്കിൽ കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും തമിഴ്നാട് പോലീസിന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ശേഷം വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി അത് പൂർത്തിയാക്കി കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ എത്ര സമയമെടുക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടിയെ കണ്ടെത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ്പ. ആ കടമ്പയിലേക്ക് ഇതിനോടകം തന്നെ കന്യാകുമാരി പോലീസിനെ അലേർട്ട് ചെയ്ത് കന്യാകുമാരി പോലീസ് കന്യാകുമാരി ചില ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്.